ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റവേൻ്റെ കേസരിയാണ്. അതിന് ഒരു ഗ്ലാസ് ഇങ്ങനെ ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അത് കത്തിച്ചിട്ടുണ്ട്. ചൂടായിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടി മുതിരി മറക്കാം. രണ്ട് സ്പൂൺ നെയ്യ് ഇടുന്നുണ്ട്. ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. കുറച്ച് അണ്ടി ഇടുന്നുണ്ട്. ഇതൊന്ന് ചെറുങ്ങനെ ബ്രൗൺ ആറായി വരുന്ന സമയത്ത് മുന്തിരി ഇടാം. അണ്ടി മുന്തിരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടുതൽ വേണമെങ്കിലൊക്കെ കൂടുതൽ ഇടാം കേട്ടോ. ഞാൻ കുറച്ചേ ഇട്ടിട്ടേ ഉള്ളൂ. ഇടുന്നുണ്ട്. ഈ നെയ്യിൻ്റെ അകത്തേക്ക് തന്നെ അതാ ഒരു ഗ്ലാസ് റവ ഇടുന്നുണ്ട്. ഇത് കുറച്ച് ഒരു 5-6 മിനിറ്റ് നല്ലോണം ഒന്ന് വറക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ ആവണ്ട, പക്ഷെ കുറച്ച് നമ്മൾ ഉപ്പുമാവിന് വറക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വറക്കണം. ഇത് നിങ്ങൾക്ക് വറുത്ത റവയൊക്കെ വാങ്ങിക്കട്ടെ, അങ്ങനത്തെ ഒക്കെ എങ്ങനെ വേണമെങ്കിൽ വാങ്ങിക്കുക. ഇത് ഞാൻ സാധാ റവ തന്നെയാണ്, വറക്കാത്ത റവ തന്നെയാണ്. അത് ഇങ്ങനെ മതി. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഈ ഒരു ഗ്ലാസ് റവ എടുത്ത ഈ ഒരു ഗ്ലാസ്സിൽ കണക്കാക്കി ഒരു ഗ്ലാസ് പഞ്ചസാര ഇടുന്നുണ്ട്. ഇനി ഒരു 3 സ്പൂൺ കൂടി നെയ്യ് ഇടുന്നുണ്ട്. ഇതിൽ നെയ്യ് എത്രയുണ്ടോ അത്രയും ടേസ്റ്റ് കൂടുകയുള്ളൂ. പക്ഷെ നമ്മൾ ഹെൽത്ത് നോക്കണ്ടേ, ആരോഗ്യം നോക്കണ്ടേ. അപ്പം അതിനനുസരിച്ച് നമ്മൾ കുറച്ചിട്ടുണ്ടെങ്കിൽ സാരമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ 3 സ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട്. തീരെ കുറഞ്ഞ ടേസ്റ്റും ഉണ്ടാവില്ല. ഈ പഞ്ചസാര അലിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഏലക്കായ് പൊടി ഇടുന്നുണ്ട്. ഏലക്ക പൊടിച്ച് വെച്ചത് അത് ഇടുന്നുണ്ട്. ഇനി കളറ് വേണ്ടവർക്ക് ചേർക്കാം, പക്ഷെ അധികം കുങ്കുമപ്പൂവൊക്കെ വെള്ളത്തിലിട്ട് ചേർക്കാം. പക്ഷെ എൻ്റെ അടുത്ത് കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞളാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചെടുത്താൽ മതി, പിന്നെ ചൊയൊക്കെ മാറിപ്പോകരുത്. കുറച്ചൊരു കളർ ചേഞ്ച് വേണ്ട, എന്നാലും ഭംഗി അതിന് വേണ്ടി എടുത്തതാ. പക്ഷെ ഇത് അധികം പോയി മഞ്ഞളൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അധികമായി പോയിട്ടുണ്ടെങ്കിൽ വല്ലാതെ ചുവതല മാറിപ്പോവും. ഫുഡ് കളർ ഞാൻ പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ വിചാരിച്ചാൽ ഫുഡ് കളറിന് ഓർമ്മ ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ആണ് ഇത് എടുക്കേണ്ടി വന്നത്. പിന്നെ കളറ് ഇല്ലാഞ്ഞാൽ രസം ഉണ്ടാവില്ല, കാണാൻ ഭംഗി ഉണ്ടാവില്ല. തിന്നാൻ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഇതായിട്ടുണ്ട്. ഇനി എന്താ വെച്ചാൽ നമ്മൾ ആ എടുത്ത ഗ്ലാസ്സിൽ കണക്കാക്കിയിട്ട് 2.5 ഗ്ലാസ് വെള്ളമുണ്ട്, ഇത് ഇതിലേക്ക് ഒഴിക്കുക. നല്ലോണം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, മെല്ലെ ഒഴിച്ചാൽ മതി, കട്ടയിപ്പോൾ 1 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകുന്നതാണ്. ഞാൻ കുറച്ച് നേരം പറ്റുമ്പോൾ ചെയ്തായിരുന്നത്. ഇതാണ് ഇതിൻ്റെ അടുത്തുള്ള അവസ്ഥ. ഈ വെള്ളം എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. 1/2 ഗ്ലാസ് വെള്ളമാണെങ്കിൽ 1.25 ആ ഗ്ലാസ് തന്നെ വെള്ളം, 1/2 ഗ്ലാസ് റവയാണെങ്കിൽ 1.25 തന്നെ എടുക്കണം. എന്ന് വെച്ചാൽ വെള്ളം കൂടിപ്പോവാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പോക്കാം, അതുപോലെ തന്നെ കുറഞ്ഞു പോയാൽ അതും നഷ്ടമായിരിക്കും. അപ്പോൾ വെള്ളം എടുക്കുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ തന്നെ കേസരി നല്ല ടേസ്റ്റായിട്ട് വരും. ഇനി ഈ അണ്ടി മുന്തിരി വറുത്ത് വെച്ച് ഇതിലിടുന്നുണ്ട്.
ഇതായിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വന്നാൽ മതി. ഇത് കറക്റ്റ് വറവാകണം. ഇതിൻ്റെ വറവ് കുറഞ്ഞു പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതതിന് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട്. ഇതായിട്ടുണ്ട്. ഇങ്ങനെ വിട്ട് വരണം. കണ്ട, ഇങ്ങനെ വിട്ട് വരണം. എന്നാലേ ഇതിൻ്റെ കറക്റ്റ് പാകം അങ്ങനെയാണ് വരിക. ഞാൻ ഓഫ് ആക്കുന്നുണ്ട്.